നമസ്കാരം. ശിവഗിരി സംരക്ഷണ സംഘത്തിൻ്റെ ഒരു സുപ്രധാനമായ ചുവടുവെപ്പ് വിളംബരം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പ്രസ് മീറ്റിന് എത്തിയിരിക്കുന്നത്. ഗുരുദേവൻ അരുൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യം വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്നാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് സഹോദരനയ്യപ്പൻ പിൽക്കാലത്ത് തിരുത്തിയ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകുക എന്നുള്ള ലക്ഷ്യം ശിവഗിരി സംരക്ഷണ സംഘത്തിൻ്റെയും പരമപ്രധാനമാണ്. നമുക്കറിയാം, കാലം വളരെ ദ്രുതഗതിയിലാണ് ശാസ്ത്ര പുരോഗതിയും മറ്റ് പുരോഗതികളും കൈവരിച്ച് മുന്നേറുന്നത്. ഇന്ന് പുതിയ പുതിയ കോഴ്സുകൾ, വളരെ റാപ്പിഡായിട്ടാണ് പുതിയ കോഴ്സുകൾ വരുന്നത്. നിലവിലുള്ള വലിയ കോഴ്സുകളെ സംബന്ധിച്ച് തന്നെയും സാധാരണക്കാരനൊരു അവയർനെസ് ഇല്ല. അതിൽ തന്നെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സൈന്യത്തിലൊക്കെ ഉള്ള വേക്കൻസികൾ, അത് യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ എത്തണമെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരു കുട്ടിയെ ഫോക്കസ് ചെയ്യണമെന്നാണ് ഈ എക്സ് സർവീസ്മാൻമാർ പലരും സൂചിപ്പിച്ചത്. കാരണം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് തന്നെ UP ഒക്കെ ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ സൈനിക സ്കൂളുകളിൽ അഡ്മിഷൻ നേടുകയും അവർക്ക് നല്ല ചിട്ടയായ ട്രെയിനിങ്ങോടുകൂടി പഠിച്ച് അവർക്ക് സൈന്യത്തിൽ പ്രവേശിക്കുന്നതിന്, ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉറപ്പാക്കാം. 2, സൈന്യത്തിൽ ഓഫീസേഴ്സ് കേഡർ ഉൾപ്പെടെ നമ്മൾ സൈനികരായിട്ടും വരാം, ഓഫീസേഴ്സ് കേഡർ വരാം. ഈ ഓഫീസേഴ്സ് കേഡറിലൊക്കെ ഉള്ളത് പലതും സിവിൽ സർവീസിനെക്കാട്ടിയും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന, അതിനെക്കാട്ടിയും ഉറപ്പായിട്ടും പ്രിവിലേജുള്ള, അതിനെക്കാട്ടി ഉറപ്പായിട്ടും അംഗീകാരമുള്ള, ഗാംഭീര്യമുള്ള തസ്തികകളൊക്കെ അതിന് ഒരു +2 ഒക്കെ കഴിയുന്ന സമയത്ത് തന്നെ, ഒരു 25 വയസ്സോടുകൂടി തന്നെ അത് ഏതാണ്ട് അതിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. പലപ്പോഴും നമ്മുടെ കുട്ടികളെല്ലാം 25 വയസ്സ് ആയതിനു ശേഷമാണ് ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് തിരക്കി പോവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആണ് നമ്മളൊരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നമ്മളൊരു വർഷമായി ആലോചിച്ച്, നമ്മളൊരു കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ നമ്മൾ സൂചിപ്പിച്ചു, അടുത്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സിവിൽ സർവൻറ്റിനെ കൊണ്ടുവന്ന് എനിക്കെങ്ങനെ IAS കിട്ടി എന്ന് ഒരു അവയർനെസ് പ്രോഗ്രാം അടുത്തുണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതും കരിയർ ഗൈഡൻസ് പ്രോഗ്രാമും അതിനെ തുടർന്ന് ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ ട്രെയിനിങ് എടുക്കാനുള്ള സംവിധാനവും കൂടെ ഒരുക്കിയാണ് ഈ ഒരു ചുവടുവെപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ ചുവടുവെപ്പ് നമ്മുടെ ശിവഗിരി സംരക്ഷണ സംഘം എടുത്തിരിക്കുന്നത്. സാരഥി കുവൈറ്റ് എന്ന് പറയുന്നത് പ്രവാസികളുടെ, ധനാഢ്യരായ തന്നെ പ്രവാസികളുടെ ഒരു വലിയ ഒരു ഗ്ലോബൽ ട്രസ്റ്റാണ്. അവർക്ക് നാട്ടിൽ ചേർത്തലയിൽ റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനം അവർ രൂപീകരിക്കുകയും ആ സ്ഥാപനത്തിന് ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എഴുത്തു പരീക്ഷയ്ക്കുള്ള ട്രെയിനിങ്, ഇൻ്റർവ്യൂവിനുള്ള ട്രെയിനിങ്, കായികക്ഷമതയ്ക്കുള്ള പരിശീലനങ്ങൾ ഉൾപ്പെടെ അവരുടെ ട്രെയിനിങ് നടത്തുന്നുണ്ട്. ആ ട്രെയിനിങ്ങിനനുബന്ധമായിട്ട് അവർക്ക് ജോലികൾ, അതായത് 95% അവരുടെ പ്ലേസ്മെൻറ്റ് റേറ്റ്. അവിടെ ട്രെയിനിങ് എടുത്തവർക്ക് 95% പേർക്കും സൈന്യത്തിലെ വിവിധ കേഡറുകളിലേക്ക്, ഈ ഓഫീസേഴ്സ് കേഡറായിരുന്നാലും സൈന്യത്തിലെ സൈനികരായിട്ടായിരുന്നാലും ഒക്കെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് അവരുടെ റേറ്റ്, സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 95%. ജോലി കിട്ടുന്നതിൻ്റെ, അല്ല അവർ എക്യുപ്ഡ് ആവുന്നതിൻ്റെ അല്ല, ജോലി കിട്ടുന്നതിൻ്റെ റേറ്റ് 95%. വളരെ ചെറിയ പ്രായത്തിൽ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഗണേഷ് ധനഞ്ജയൻ മർച്ചൻ്റ് നേവി റിട്ടയർഡാണ്. അദ്ദേഹം ഇപ്പോൾ തന്നെ 42 വയസ്സായതേ ഉള്ളൂ. ഇപ്പോൾ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ജീവിതം സേഫാക്കാൻ പറ്റും. ഒരു ചുരുങ്ങിയ സമയത്ത് തന്നെ പെൻഷൻ വാങ്ങിക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സർവീസ് തുടരുകയാണെങ്കിൽ വലിയ ശമ്പളത്തിലും വലിയ പോസ്റ്റുകളിലൊക്കെ എത്തപ്പെടും. അപ്പോൾ അതിനൊക്കെയുള്ളൊരു സാഹചര്യം യഥാർത്ഥത്തിൽ +2 ഒക്കെ കഴിയുമ്പോൾ തന്നെ ഏതാണ്ട് അടയുന്ന ഒരു രീതിയിലുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാത്രം അവർ പണ്ടേ എഡ്യൂക്കേറ്റഡ് ആയിരുന്നുകൊണ്ടും അവയർനെസ് ഉള്ളതുകൊണ്ടും അവർ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ട്. മറ്റ് സമുദായക്കാർക്കൊന്നും എത്താൻ പറ്റാത്തൊരു മേഖല. ഒന്ന്, ഇതിന് ഏറ്റവും നല്ല പ്രൊഫഷണൽസ്, ഇപ്പോൾ ഈ സാരഥി കുവൈറ്റിൻ്റെ ചേർത്തലയിലെ സ്ഥാപനം എന്ന് പറയുന്നത് SCFE എന്നാണ്, സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ്. അവിടെ അതിൻ്റെ ഡയറക്ടർ ഒരു കേണലാണ്, റിട്ടയർഡ് കേണലാണ്. അതുപോലെ IAS-ഉം IPS-ഉം IAS-ഉം ഒക്കെ പാസ്സായ പ്രൊഫഷണൽസ് ഒന്നും ഒരു പൈസ പോലും കൊടുക്കാതെ അവിടെ നിന്ന് ക്ലാസ് എടുത്തിട്ട് പോകുന്നൊരു സ്ഥിതിയുണ്ട്. മറ്റൊരാൾ അത് ചെയ്താൽ മണിക്കൂറിന് ചിലപ്പോൾ ലക്ഷങ്ങൾ ചാർജ് ചെയ്യേണ്ട പേഴ്സണാലിറ്റികളാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല അവിടെ അവർക്ക് 50% വിദ്യാർത്ഥികൾക്ക് അവർ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 50% പേർക്ക് പകുതി പൈസ ആവത്തക്കരിയിൽ അറേഞ്ച് ചെയ്യാനും പറ്റും.
അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ സംഘടനയ്ക്ക്, നമ്മുടെ സംഘടന ശിവഗിരി സംരക്ഷണ സംഘത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇതുപോലെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തൊട്ട് ഹയർ എഡ്യൂക്കേഷനും ഈ സിവിൽ സർവീസ് ട്രെയിനിങ്ങും എല്ലാം കൊടുക്കത്തക്ക രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് നമ്മുടെ ലക്ഷ്യമാണ്. പക്ഷേ അതിലേക്കൊക്കെ എത്താൻ ഒരുപാട് സമയമെടുക്കും. അപ്പം നമ്മൾ നിലവിലുള്ള ഒരു അതിശക്തമായി പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ശക്തനായ പക്ഷിയുടെ ചിറകിൽ കൂടെ കയറിയിരുന്ന് നമുക്ക് പറക്കാൻ സാധിക്കും. ഇവരുടെ ഈ ഇൻഫ്രാസ്ട്രക്ചറൽ അറേഞ്ച്മെൻ്റ് എല്ലാം നമുക്കും കൂടെ ഉപയോഗപ്പെടുത്തി നമുക്കിവിടെ ഈ നാട്ടിലുള്ള കുട്ടികളെ പരമാവധി പേരെ നമുക്ക് ഇങ്ങനെയുള്ള സാധ്യതകൾ അവയർനെസ് കൊടുക്കാൻ പറ്റും, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് ഈ സൈന്യത്തിലായിരുന്നാലും സിവിൽ സർവീസ് കോച്ചിങ് ആയിരുന്നാലും ഈ കുട്ടികളെ അവരുടെ കഴിവിനനുസരിച്ച് അവരെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ കഴിവിന് ഏതിലേക്ക് ചാനലൈസ് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും കൊടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാം, ഒരു 1 ഡേ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി അവരെ ക്ഷണിച്ചു. അവർ വന്ന് അവരും നമ്മളുമായിട്ട് സംയുക്തമായിട്ട് അവർ ഈ പ്രൊഫഷണൽസിനെ അറേഞ്ച് ചെയ്ത് ക്ലാസ് എടുക്കും. അതിൻ്റെ ഭൗതികമായ മുഴുവൻ അറേഞ്ച്മെൻറ്റും നമ്മൾ ചെയ്യും. അപ്പോൾ അത് നമ്മളിവിടെ ശിവഗിരിക്ക് അടുത്ത് തന്നെയുള്ള വട്ടപ്പിലാമൂടിലെ ഓഡിറ്റോറിയത്തിലാണ് അത് ചെയ്യുന്നത്. AC ഹാളിലാണ് അത് ചെയ്യുന്നത്. അത് ആ ഒരു ഫുൾ ഡേ ക്ലാസ്സാണ് നടക്കുന്നത്. ആ ക്ലാസ് നടക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് 2 കേന്ദ്രമന്ത്രിമാരെ കൂടെ നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇനാഗുറേഷൻ സെറമണിയിൽ. അവർക്ക് മതിയാവണ്ണമുള്ള സ്വീകരണം കൊടുത്ത് തന്നെ ശിവഗിരി മഠത്തിൽ കൊണ്ടുപോയി ഗുരുദേവൻ്റെ അടുത്ത് തൊഴുത് തന്നെ വന്ന് ക്ലാസ് തുടങ്ങും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ പലരും ചോദിച്ചു, നമ്മൾ BJP പോയ നമ്മളെ സംഘം മുഴുവൻ BJPയിലോട്ട് പോയാൽ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു ഈ അടുപ്പ കൂടുതലോ അടുപ്പ കുറവോ ഇല്ല. നമ്മൾ നേരത്തെ ഉള്ള പരിപാടികളൊക്കെ കോൺഗ്രസ് പാർട്ടി വിളിച്ചിട്ടുണ്ട്, നമ്മൾ ഇടതുപക്ഷക്കാരെ വിളിച്ചിട്ടുണ്ട്, എല്ലാം വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 കേന്ദ്ര മന്ത്രിമാർ അവർ നിലവിൽ ലോക്സഭയിൽ മത്സരിക്കുന്നു. കഴിഞ്ഞ ടേണിൽ ഈ 2 പേരും ലോക്സഭയിൽ മത്സരിച്ചിട്ടില്ല. 2 പേരും രാജ്യസഭ മെമ്പർമാരായിരുന്നു. അതിന് അർത്ഥം എന്ന് പറയുന്നത് ഇവർ ജയിച്ചാലും തോറ്റാലും കേന്ദ്രമന്ത്രിയാവാൻ സാധ്യതയുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവരെ സ്കീമുകളുടെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തി ഈ വിദ്യാഭ്യാസത്തിന് മാത്രമല്ല മുഴുവൻ സാധുജനങ്ങൾക്കും ഒരു അത്താണിയാവത്തക്ക രീതിയിൽ നമ്മുടെ പ്രവർത്തനം മാറ്റാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അവരെ കൂടെ നമ്മൾ അതിനകത്ത് ക്ഷണിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെയൊക്കെ ഒരു റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ ശിവഗിരിക്ക് ചുറ്റാതെ ഒരു ചെറിയ സ്ഥാപനം ലോകത്തിന് മാതൃകയായിട്ട് ഈ ഇങ്ങനൊരു പരിപാടി നടത്തണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ ചിലവാകും. അച്ഛനും അമ്മയും എത്ര കുട്ടികളാണോ അത്രയും കുട്ടികളെയും കൂടെ കൂട്ടി തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു നോമിനൽ എമൗണ്ട് രജിസ്ട്രേഷൻ ഫീസ് എന്നുള്ളൊരു 100 രൂപ ഒരു കുടുംബത്തിനാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ആലോചിക്കുന്നത്. ഒരു രജിസ്ട്രേഷൻ ഫീസ് പോലും ഒഴിവാക്കണമെന്ന് ആലോചിക്കുന്നത്. ഏതായാലും മുൻകൂട്ടി രജിസ്റ്റർ എന്ന് പറഞ്ഞ് നമ്പർ ഉൾപ്പെടെ നമ്മൾ അതിനകത്ത് ആ ബ്രോഷറിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ നമ്പർ എന്ന് പറയുന്നത് 89 21 0 32 062 എന്നാണ് നമ്പർ. ആ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അവിടെ ചെയേഴ്സ് ഉൾപ്പെടെ അവരുടെ പേരെഴുതി തന്നെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ ഉൾപ്പെടെ ഉണ്ടാവും. AC ഹാളിലാണ് നടക്കുന്നത്. അവർക്ക് ആഹാരവും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കുറച്ച് പേര് പഠിച്ചുവിടുന്ന് രക്ഷപ്പെടട്ടെ, ജോലി വാങ്ങിച്ചു വരട്ടെ. അവർ ചെറിയ ജോലിയല്ല, വലിയ സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള വലിയ ജോലികളിലേക്ക് അവർ പ്രവേശിക്കട്ടെ. അതിനൊക്കെ ഈ എക്സലൻസ് മാത്രമല്ല, അവർക്ക് ഈ ഭൗതിക ഇതിനെപ്പോലുള്ള അവയർനെസ്സും ഗൈഡൻസും കൂടെ കൊടുത്താൽ സാധാരണക്കാർ പോലും വലിയ സിവിൽ സർവൻറ്റ് പോലും ആവാനുള്ള സാധ്യത വളരെ കൂടുതൽ. നമ്മുടെ കുട്ടികൾക്കൊക്കെ സിവിൽ സർവൻറ്റ് ആവാനുള്ള യോഗ്യതയുണ്ട്. ശിവഗിരിയുടെ പ്രഭ ലോകം മുഴുവൻ പരക്കട്ടെ, ഗുരുദേവൻ്റെ ഖ്യാതി ലോകം മുഴുവൻ പരക്കട്ടെ, ഗുരുദേവൻ്റെ വാക്യം ലോകം മുഴുവൻ ആൾക്കാർക്ക് പ്രകാശമായി മാറട്ടെ എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ. നമസ്കാരം. എൻ്റെ പേര് ഗണേഷ് ധനഞ്ജയൻ. ഞാൻ ശിവഗിരി സംരക്ഷണ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഞാനും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ സാരഥിയുടെ ഈ SCFE എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോയിരുന്നു. എൻ്റെ അച്ഛനും ഒരു പട്ടാളക്കാരനായിരുന്നു. ഇൻഡോ ചൈന വാറിലും 2 ഇൻഡോ പാക് വാറിലും പങ്കെടുത്ത് കാല് നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന ഒരു സൈനികനായിരുന്നു. ഒരു സൈന്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗവാക്കാകാനായിട്ട് നമുക്ക് ഒരു ഡ്രൈവ് തന്നെ വേണം. കാരണം വെറുതെ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്ന ഒരാൾക്ക് സൈന്യത്തിൽ ചേർന്നാൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. അതായത് രാവിലെ തോക്കെടുത്തുകൊണ്ട് പോയി 2 വെടിയും വെച്ച് തിരിച്ചു വന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം തിരിച്ചു പോകുന്ന പണിയല്ല സൈന്യത്തിലെ പണി. അപ്പോൾ അതിന് കൃത്യമായ ട്രെയിനിങ് വേണം. ഒരുപക്ഷെ എല്ലാവർക്കും അവരുടെ ഫിസിക്കൽ പാസ്സായി അകത്ത് കയറണമെന്ന് പോലും ഇല്ല. അപ്പോൾ അതിൻ്റേതായ കൃത്യമായ ട്രാക്കിലൂടെ പോയാൽ മാത്രമേ ആ ഒരു സൈന്യത്തിലേക്കുള്ള ഒരു കൃത്യമായ എൻട്രി എടുത്ത് നമ്മളെല്ലാം കുടുംബങ്ങളിലെ 30 സെപ്പറേറ്റ് കുടുംബങ്ങളെ എടുത്തിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്കാൻ, അതായത് ഇന്ത്യൻ എയർഫോഴ്സിലെ ഫൈറ്റർ പൈലറ്റ് ആകാനുള്ള കോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ എങ്ങനെയാണ് എഴുതുന്നത്, എപ്പോഴാണോ എഴുതുന്നതെന്ന് അറിയാമോ? അതിൻ്റെ മാർക്ക് എത്ര വേണമെന്ന് ചോദിച്ചാൽ അറിയാമോ? നമുക്കറിയില്ല. ഇത് ഏറ്റവും കൂടുതൽ വിനിയോഗിക്കുന്ന പഞ്ചാബികളാണ്. ഇന്ത്യയിലെ ഏറ്റവും ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്ന റെജിമെൻ്റ് എന്ന് പറയുന്നത് തന്നെ പഞ്ചാബ് റെജിമെൻ്റാണ് ആർമിയിൽ.
എന്ന് പറഞ്ഞ പോലെ നമുക്ക് പലർക്കും അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനും അതിലൂടെ നമ്മളുടെ കുട്ടികളെ നല്ല ഒരു പാതയിലേക്ക് നയിക്കാനും നല്ലൊരു ഭാവി ഉണ്ടാകാനും ഇത് സഹായിക്കും എന്ന് ഉള്ള പ്രതീക്ഷയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഇത്രയും അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല ഒരു 10 പേർക്ക് ഇല്ലെങ്കിൽ ഒരു കുട്ടിക്കെങ്കിലും ഒരു നല്ല ഓഫീസറായിട്ട് പാസിംഗ് ഔട്ട് പരേഡ് കാണണം എന്ന് മാത്രമുള്ള ആഗ്രഹത്തിൽ ചെയ്യുന്ന കാര്യമാണ്. ഗുരുധർമ്മം വിജയിക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശിവഗിരി സംരക്ഷണ സംഘത്തിൻ്റെ ട്രഷറാണ് ഉത്തരമോഹൻ. അപ്പോൾ നമുക്ക് ഈ കുവൈറ്റ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ സാരഥിയുമായിട്ട് ചേർന്ന് നമ്മുടെ സംഘടനയ്ക്ക് ഇങ്ങനെ ഒരു വലിയൊരു കാര്യം ചെയ്യാൻ സാധിക്കുന്നത് അതിയായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും ഒരു മാതൃകയായി വരാനായി ഈ പ്രോഗ്രാം ഒരു മാതൃകയാവട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും സാധാരണ നമസ്കാരം. എൻ്റെ പേര് സുനിൽകുമാർ. ഞാൻ ശിവഗിരി സംരക്ഷണ സംഘത്തിൻ്റെ മീഡിയ സെക്രട്ടറിയാണ്. നമ്മുടെ നാട്ടിലുള്ള വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റേതായ പ്രാധാന്യം പത്രമാധ്യമങ്ങളിലൂടെയും ചാനൽ മാധ്യമങ്ങളിലൂടെയും കൊടുക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്തകൾ പത്രത്തിൽ കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ ജയബാബു, ശിവഗിരി സംരക്ഷണ സംഘത്തിൻ്റെ സംഘടനാ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ സംഘടന ഇതിനു മുമ്പ് പല കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ 21-ാം തീയതി വരുന്ന 21-ാം തീയതി ഇവിടെ ശിവഗിരിയിൽ വെച്ച് നടത്തുന്ന കരിയർ ഗൈഡൻസിൻ്റെ ഒരു ഏകദിന ശില്പശാല. ഇത് നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സംരംഭമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് വളരെ വലിയൊരു വിജയമാകുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കും. അതിൽ മീഡിയയുടെയും മറ്റും ഒരു സഹായം നമുക്ക് ഇതിന് വേണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.